പെന്തക്കോസ്ത് നാളിലാണ് ദൈവത്തിന്റെ പുതിയ നിയമസഭ പണിയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന് നമ്മൾ പഠിക്കുവാനും ചിന്തിക്കുവാനും ഇടയായിത്തീർന്നു. ആ അവസരത്തിൽ പത്രോസ് നിന്നുകൊണ്ട് ഉപദേശങ്ങളെ കുറിച്ചുള്ളതായ ചില അടിസ്ഥാന ഉപദേശങ്ങളെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് വായിക്കുമ്പോൾ അതിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഏതൊക്കെയാണെന്ന് വ്യക്തമായി ഇവിടെ പറയുവാൻ കഴിയുന്നു. എന്താണ് അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്? ഒന്ന്, മാനസാന്തരപ്പെടണം. രണ്ട്, മാനസാന്തരപ്പെട്ട വ്യക്തി സ്നാനപ്പെടണമെന്ന്, സ്നാനപ്പെട്ട വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെന്ന്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തി വേർപാട് അനുഭവിക്കണമെന്ന്, അതുപോലെ തന്നെ വേർപെട്ട ദൈവദിനം ഉപദേശങ്ങൾ പ്രമാണിക്കണമെന്നും കർത്തൃദേശ പങ്കെടുക്കണമെന്നും അതുപോലെ തന്നെ പ്രാർത്ഥന കഴിച്ചു പോകണമെന്നും ഇങ്ങനെ 7 അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടെ കടന്നു വന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അടിസ്ഥാന ഉപദേശങ്ങളിൽ പെടുന്ന ഒന്നാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് അടിസ്ഥാന ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നായിരിക്കുമ്പോൾ ഈ രാത്രി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മാനസാന്തരം എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് ദൈവജനം കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു കെട്ടിടമോ ഏതൊരു പ്രസ്ഥാനമോ നിലനിൽക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ രാജ്യത്തിന് അതിൻ്റെതായ വ്യവസ്ഥിതികളുണ്ട്, ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണമെല്ലാം നമുക്ക് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് നൽകി തരുന്നതിന്റെ കാരണം നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് പല നിയമങ്ങളും വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ വളരെ തിരക്കേറിയതായ റോഡിൽ കൂടി നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവിടെ ചിലപ്പോൾ ചില സിഗ്നലുകൾ കാണിക്കും. റെഡ് സിഗ്നൽ കാണിച്ചാൽ നമ്മുടെ വാഹനം അവിടെ നിൽക്കുവാനായിട്ട് ഇടയ്ക്കണം, നമ്മൾ കൊണ്ടുപോകുവാനായിട്ട് പാടില്ല. പോയാൽ എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കുവാനായിട്ട് ഇടയായിരിക്കും. നമുക്ക് ഗ്രീൻ സിഗ്നൽ ആണ് കിട്ടുന്നു എങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുവാനായിട്ട് ഇടയായിരിക്കണം. എന്നാൽ ഞാൻ പറയുന്നു, എനിക്ക് അത്യാവശ്യമാണ്, റെഡ് സിഗ്നൽ എന്നും എനിക്ക് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു ഞാൻ പോയി വാഹനം എടുത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതവിടെ അപകടമുണ്ടാകുവാനായിട്ട് മാത്രമല്ല, ഞാൻ ശിക്ഷയ്ക്ക് വിധേയനായി തീരുവാനായിട്ട് ഇടയില്ല. അപ്പോൾ ഇന്ന് രാത്രി പറഞ്ഞു വരുന്നത്, നമുക്ക് നിയമങ്ങൾ ഉപദേശങ്ങൾ നമുക്ക് നൽകി തരുന്നത് നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുന്നോട്ട് കടന്നു പോകേണ്ടത് എന്ന് ദൈവത്തിന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് രാത്രി ദൈവജനം എന്ന നിലയിൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്കൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തിന്മേലാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം പണിയപ്പെടുവാനായിട്ട് ആ പ്രമാണത്തിൽ ഒന്നാണ് മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മനസ്സ വാച കർമ്മണ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതായ പാപത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന അനുഭവത്തെയാണ് മാനസാന്തരം എന്ന് നമുക്ക് കാണുവാൻ കഴിയണം. മനസ്സിന് ഉണ്ടാകുന്ന രൂപാന്തരത്തെയാണ് മാനസാന്തരം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്ന അനുഭവമാണ് മാനസാന്തരം. ആ മാനസാന്തരത്തിൽ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ അടിസ്ഥാന ഉപദേശത്തിന്റെ പ്രമാണങ്ങൾ തുടർന്ന് പാലിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഞാൻ എന്റെ ഭാവിയാണെന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കി ദൈവത്തിലേക്ക് ഞാൻ മടങ്ങി വരേണ്ടത് ആവശ്യകതയാണെന്ന് താൻ മനസ്സിലാക്കുമ്പോഴാണ് താൻ എന്തായിത്തീരുന്നത്? രക്ഷയുടെ അനുഭവത്തിലേക്ക് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. മാനസാന്തര അനുഭവത്തിൽ തന്നെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. വീട്ടുജനം, നീതീകരണം, പാപമോചനം, രക്ഷ, വിശുദ്ധീകരണം, വീണ്ടെടുപ്പ്, ഇതെല്ലാം മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ മാനസാന്തരപ്പെട്ട വ്യക്തി അടുത്തതായി ചെയ്യേണ്ടതായ അടുത്ത പടി എന്ന് പറയുന്നത് ആ വ്യക്തി സ്നാനപ്പെടുവാനായിട്ട് എന്തിനാണ് സ്നാനം എന്ന് നമുക്കറിയാം. കർത്താവിനോട് കൂടെ ചേരുന്ന ഒരു അനുഭവമാണ്. പാപത്തെ ഉപേക്ഷിച്ചിട്ട് തന്റെ പാപ പ്രകൃതികളെല്ലാം ഉപേക്ഷിച്ചിട്ട് തന്റെ ജീവിതത്തെ പൂർണ്ണമായി മരിപ്പിക്കുന്ന അനുഭവം, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് പുതിയ സൃഷ്ടിയായി ജീവിക്കുന്ന അനുഭവത്തിൽ ആണ് സ്നാനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തി സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീരുന്ന അനുഭവത്തെയാണ് നമുക്ക് ആ സ്നാനം കൊണ്ട് കാണുവാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കാതെയാണ് പലരും മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസഭകളിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് നമുക്കറിയാം, ദൈവസഭയിൽ കാണപ്പെടുന്നതായ വ്യക്തികളെ കുറിച്ച് കാണുവാൻ കഴിയുന്നത് 3 തരമായിരിക്കുന്ന വ്യക്തികളാണ് ദൈവസഭയിൽ കാണുവാൻ ഇടത്തുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പ്രാകൃതൻ, മറ്റൊന്ന് ഗണികൻ, മറ്റൊന്ന്